സമര സംഘടനകൾ ആഹ്വാനം ചെയ്ത ദില്ലി ചലോ മാർച്ച് ഇന്ന് 11 മണിക്ക് ആരംഭിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ശംഭു അതിർത്തിയിലേക്ക് JCB ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമരക്കാർ ഇപ്പോൾ നീക്കി തുടങ്ങിയിട്ടുണ്ട്. ആ ബാരിക്കേഡ്, വലിയ രീതിയിലുള്ള ബാരിക്കേഡ്, കോൺക്രീറ്റ് ബാരിക്കേഡുകളും മറ്റുമാണ് ശംഭു അതിർത്തിയിൽ പോലീസ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മണ്ണുവാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയായിട്ട് സമരക്കാർ ഇപ്പോൾ സംഘടിച്ച് ഇരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ദില്ലിയിലേക്ക് നീങ്ങാൻ ശ്രമിച്ച 50ഓളം സമരക്കാരെ മാനേസർ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പോലീസ് പറയുന്നത് ഒരു തരത്തിലും ഇത് മുൻപോട്ട് പോകാൻ അനുവദിക്കില്ല. ഇതിനിടെ കോടതിയും ഇടപെട്ടിട്ടുണ്ട്. കോടതി പറയുന്നത് ഈ ട്രാക്ടർ ട്രോളികൾ ഉപയോഗിക്കരുത്, കാരണം ഈ സമരക്കാർ ചെയ്യുന്ന പണി വലിയ ട്രക്കുകളും ട്രാക്ടർ ട്രോളികളും മറ്റും കൊണ്ടുവന്ന് റോഡിലിടുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയാണ്. അത്തരത്തിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുകയും കൂടി ചെയ്തിരിക്കുന്നു. പോലീസ് ഇന്നലെ രാത്രി മുതൽ തന്നെ എല്ലാ സമര നേതാക്കൾക്കും, സമരസമിതി നേതാക്കൾക്കും നോട്ടീസ് നൽകിയിരിക്കുന്നു. നോട്ടീസ് നൽകി എന്നതിൻ്റെ പശ്ചാത്തലം ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകും, തടയും എന്ന് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ സമരക്കാർ പറയുന്നത് തങ്ങൾ സമാധാനപരമായി സമരം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ പോലീസ് അതിനെ അനുവദിച്ചില്ലെങ്കിൽ അത് സംഘർഷത്തിലേക്ക് നീങ്ങാം. ഏതായാലും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഏത് നിമിഷവും ഒരു സംഘർഷം ഉണ്ടാകാം. കാരണം സമരക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു അവസാനത്തെ ആയുധമാണ് ഈ സമരം. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയാണ്. മോദിയുടെ ഗ്രാഫ് താഴ്ത്തുക എന്ന ഒരു ലക്ഷ്യം തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു സമരം. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ കത്തിച്ചു നിർത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു ലക്ഷ്യമാണ്. നമുക്ക് ഇന്നത്തെ മാധ്യമ വാർത്തകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കഴിഞ്ഞ കുറേ ദിവസമായി ഈ സമരത്തെ വാർത്തകൾ നൽകാറുന്ന പല മാധ്യമങ്ങളും ഇന്ന് വലിയ രീതിയിൽ തന്നെ വാർത്തകളുമായി എത്തിയിട്ടുമുണ്ട്. ഏതായാലും 11 മണിക്ക് ദില്ലി ചലോ മാർച്ച് ആരംഭിക്കും. ഏതായാലും ദില്ലി വരെ എത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.